ഒമാനിലെ മസീറ ദ്വീപിൽ കടലാമകളെക്കുറിച്ചുള്ള ഫീൽഡ് പഠന പദ്ധതി ആരംഭിച്ചു. വിവിധ ഇനത്തിൽപ്പെട്ട കടലാമകളെക്കുറിച്ച് അടുത്ത ഒക്ടോബർ വരെയാണ് പഠനം നടത്തുക. ഫീൽഡ് പഠനത്തിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തുടർ പദ്ധതികൾ നടപ്പാക്കും. തെക്കൻ ഷർക്കിയ ഗവർണറേറ്റിലെ പരിസ്ഥിതി വകുപ്പിന്റെ നേതൃത്വത്തിലാണ് മസീറ ദ്വീപിലെ കടലാമകളെക്കുറിച്ചുള്ള ഫീൽഡ് പഠന പദ്ധതി നടപ്പാക്കുന്നത്. ഫെബ്രുവരി മുതൽ മെയ് വരെ ഒലീവ് റിഡ്ലി കടലാമകളുടെ മുട്ടയിടൽ സീസണിനെയും കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നതിനെയും കുറിച്ച് പഠിക്കും. മെയ് മുതൽ ഒക്ടോബർ വരെ നീളുന്ന കാലത്ത് ലോഗർ ഹെഡ് കടലാമകളെ കുറിച്ചാണ് പഠിക്കുക. പദ്ധതിയുടെ ഭാഗമായി ദ്വീപിന്റെ തെക്കൻ തീരപ്രദേശങ്ങളിൽ 84 കിലോമീറ്റർ നീളത്തിൽ നിരീക്ഷണം നടത്തും. ദിവസേന 2 ഷിഫ്റ്റുകളിലായാണ് സർവേ നടത്തുക. പ്രഭാത ഷിഫ്റ്റിൽ കടലാമകളുടെ കാൽപ്പാടുകളും മുട്ടയിടുന്ന സ്ഥലങ്ങളും രേഖപ്പെടുത്തുകയും വഴിതെറ്റിയവയെ തിരിച്ച് കടലിലേക്ക് വിടുകയും ചെയ്യും. കടലാമകളുടെ മരണങ്ങളുണ്ടെങ്കിൽ ഇവ പ്രത്യേകം രജിസ്റ്റർ ചെയ്യും. രാത്രികാലങ്ങളിലും കടലാമകളെ നിരീക്ഷിക്കുകയും കടലാമകൾക്ക് ടാഗ് ഘടിപ്പിക്കുകയും ചെയ്യും. കടലാമകളുടെ സംരക്ഷണവും ജൈവ വൈവിധ്യത്തിന്റെ നിലനിൽപ്പും ശക്തിപ്പെടുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് മസീറ വിലായത്തിലെ കടലാമ സീസൺ പദ്ധതിയുടെ ഡയറക്ടർ ഗസ്സി അഹമ്മദ് അൽ ഫാർസി പറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.